ഈ റൂട്ട് കൊള്ളാട്ടോ. ലൊക്കേഷൻ ഹണ്ടിന് ബെസ്റ്റാ. അല്ലെങ്കിലും സാമുവൽ സാർ ഒരു ലൊക്കേഷൻ കണ്ട് ഓക്കെ പറഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. നമ്മുടെ സ്ക്രിപ്റ്റിലെ അനു ശരത്തും നമ്മൾ തന്നെയാണ്. ഈ ക്യാരക്ടേഴ്സിനെ ലൊക്കേഷൻ കാണാൻ പറഞ്ഞയക്കുന്നത് സാമുവൽ സാറിന് മാത്രമുള്ള ഒരു രീതിയാണ്. എന്തായാലും നാളെ ഇറങ്ങും ഫസ്റ്റ് പോസ്റ്റർ. ചാരം. ടോട്ടലി ഒരു ഹൊറർ മൂഡൊക്കെ ഉണ്ട്. അലൻ, ഇവിടെ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. എനിക്കെന്നെ പേടിയാവുന്നുണ്ട്. ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ലടോ. ഈ പ്രോപ്പർട്ടി മുഴുവൻ ഡോക്ടർ ശേഖറിൻ്റെതാണ്. കഥയിൽ ഈ പ്രോപ്പർട്ടിയുടെ ഉടമ ഒരു ഡോക്ടർ തന്നെയല്ലേ? ഡോക്ടർ ആനന്ദ് പരമേശ്വർ. അതിൽ അദ്ദേഹത്തിനൊരു സെർവൻ്റ് ഉണ്ടായിരുന്നില്ലേ, ഒരു തമിഴൻ നാഗപ്പൻ. അതുപോലെ ഡോക്ടർ ശേഖറിനും കാണില്ലേ ഒരു സെർവൻ്റെങ്കിലും? എന്തായാലും പോയി നോക്കാം. ആ ഡോക്ടറുടെ നമ്പർ സാമുവൽ സാർ തന്നിട്ടുണ്ട്. എന്നാ വിളി, അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടർ രാജശേഖർ, യെസ്, നിങ്ങളെത്തിയോ? സാമുവൽ പറഞ്ഞിരുന്നു. സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ എൻ്റെ ഒരു സർവൻ്റുണ്ട് അവിടെ, മുനിയാണ്ടി, തമിഴനാ. ഡോണ്ട് വറി, നല്ല മലയാളം പറയും. നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും കാണും മുനിയാണ്ടിയെ. ഓക്കെ ഓക്കെ ഓക്കെ. നാഗപ്പനല്ല, ഇനി മുനിയാണ്ടിയാണ് നമുക്ക് കാണേണ്ടത്. പോയി നോക്കാം, കാണുമായിരിക്കും. അയാളും തമിഴനാണോ? നല്ല മലയാളം പറയുന്ന തമിഴൻ. അലൻ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആരോ എവിടെയോ ഡാൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കഥയിൽ അങ്ങനെയല്ലേ, ഒരു ശിവാനിയും ശിവാംഗിയും. യെസ്.
നമുക്ക് സാറോട് പറഞ്ഞ് ഇവരെ അഭിനയിപ്പിച്ചാലോ? ശിവാനിയും ശിവാംഗിയും. ഹലോ. ഹലോ, ശിവാംഗി അല്ലേ? എന്ത് ദുരന്താടോ, കഥയിലല്ലേ ശിവാംഗി, അതും ഗോസ്റ്റായിട്ട്. ഒന്ന് നിന്നേ, എന്താ മോളുടെ പേര്? അവള് സംസാരിക്കില്ല. എന്തു പറ്റി? കഥയിലെ ശിവാനി സംസാരിക്കില്ല. അവിടെ ആരും ഇരിപ്പുണ്ടല്ലോ. ഏയ് മുനിയാണ്ടി, ഞങ്ങളിവിടെ. മനസ്സിലായി. സ്ഥലങ്ങളൊക്കെ കാണാൻ വന്നതല്ലേ? മുനിയാണ്ടിയെ കാണുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കാണാതെ വന്നപ്പോൾ ഇവന് പേടിയായി. മൂക്കിന് താഴെ മീശണ്ടെന്നേ ഉള്ളൂ, ഒട്ടും ധൈര്യമില്ല. ഓ, അവിടെ പിന്നെ ധൈര്യത്തിൻ്റെ ഹോൾസെയിലല്ലേ. പ്രേതങ്ങളെ പേടിയുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ ആരെ പേടിക്കണം? എൻ്റെ കൂടെ സ്ഥിരമായ ഒരു പ്രേതമുണ്ട്. ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഹൊറർ സ്റ്റോറിയാണ്, പ്രേതകഥ. അപ്പോ മനസ്സ് നിറയെ ആ കഥയാണ് അല്ലേ? അതായി പേടി. ആ കഥ ഞാൻ പറഞ്ഞതാണ്. കുറച്ച് ദിവസം മുമ്പ് നിങ്ങളുടെ ഡയറക്ടർ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രേതകഥ ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, ഞാനൊരു കഥ പറയട്ടെ എന്ന്. ആ കഥയാണ് ഈ കഥ. ഈ കാര്യം സാറ് പറഞ്ഞിട്ടില്ല. നമ്മളറിഞ്ഞതും അറിയാത്തതും അറിയാൻ പോകുന്നതുമായ എന്തെല്ലാം കഥകളുണ്ട്. ഒരു മഴക്കാലത്ത് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് മലയിറങ്ങിയ ഒരച്ഛനും 3 മക്കളും. ആ ഉരുൾപൊട്ടലിൽ മക്കൾക്ക് അമ്മയെ നഷ്ടമായല്ലേ? ഇപ്പൊ ഈ കാണുന്നതെല്ലാം അയാൾ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്. അല്ല, അത് കഥയിലല്ലേ? ചിലപ്പോൾ കഥയും ജീവിതവും തമ്മിൽ ചേർന്നു നിൽക്കും. കഥയിലെ ഡോക്ടർ ആനന്ദ് പരമേശ്വർ അയാളുടെ സ്വന്തം മകനല്ല അല്ലേ? ആണെങ്കിൽ അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അയാളുടെ വലങ്കൈ ആയിട്ടുള്ള വേലക്കാരൻ നാഗപ്പൻ ഒരു മൃഗമാണ്. പോന്നോളാ. വോ, എന്തായാലും മുനിയാണ്ടി പറഞ്ഞ കഥ സൂപ്പർ ഹിറ്റ് ആവട്ടെ. വരാം.
കുറേ നടന്നതല്ലേ, ഇനി ഒന്ന് വിശ്രമിക്കുക. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. 3 മരണത്തിന് ഒരാണ്ട് തികയുന്ന ദിവസമാണിന്ന്. അത് മുനിയാണ്ടി പറഞ്ഞ കഥയിലല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ കഥയും ജീവിതവും ചേർന്ന് കിടക്കും. അലൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സാറാണല്ലോ. ഞങ്ങളാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ രാജമ്പണിക്കരുണ്ട്. അതൊക്കെ ഓരോ തോന്നലുകളാണെന്നേ. ഡോക്ടർ എത്തിയോ? അയാളിപ്പോൾ അവിടെ എത്താൻ പാടില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. പോവാ, വണ്ടി എടുക്ക്, പോവാ. നീ ആ ഡോക്ടർക്ക് ഒന്ന് കണക്ട് ചെയ്തേ. അൻവറെ ഒന്ന് ചവിട്ടി വിട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? സ്വിച്ച് ഓഫ് ആണ് സാർ. ചതിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലേക്ക് ഒന്ന് വിളിക്കേ. ഹലോ, ഡോക്ടർ ശേഖരൻ നമ്പ്യാർക്കൊന്ന് കണക്ട് ചെയ്യാമോ? ഛേ, ഡോക്ടർ നേരത്തെ ഇറങ്ങിയെന്നാണല്ലോ. സാർ, ഈ പട്ടാപ്പകൽ എന്ത് സംഭവിക്കാനാണ്? സാറിന് ഇതിലൊക്കെ വല്ല വിശ്വാസമുണ്ടോ? ഹേയ്, എന്നാലും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇന്ന് അയാൾ പറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച. അലനും പീനയും നമ്മളെ സ്ക്രിപ്റ്റുള്ളത് പോലെ 2 പെൺകുട്ടികളെ കണ്ടെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇവരെ വഴി കാണിച്ച് വീട്ടിലെത്തിച്ചിരിക്കുന്നത് മുനിയാണ്ടി എന്ന തമിഴ് വേലക്കാരനല്ല, ആ ഡോക്ടറുടെ വളർത്തച്ഛൻ അനന്തൻ നമ്പ്യാർ. അദ്ദേഹം മരണപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? ഇന്നേക്കൊരാണ്ട് തികയുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളും മരണപ്പെട്ടിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഥയാണ്. ആ കഥയുടെ ക്ലൈമാക്സ് എങ്ങാനും ഇവിടെ സംഭവിച്ചാൽ കർത്താവേ കാത്തോളനെ. മരിച്ചു പോയൊരാൾ എങ്ങനെയാണ് സാർ കഥ പറയുന്നത്? അനന്തൻ നമ്പ്യാരായിട്ടല്ല, വേലക്കാരൻ മുനിയാണ്ടി ആയിട്ടാണ് അയാൾ വന്നത്. സിനിമയുടെ കഥ എന്താണ് സാർ? കഥയൊന്നും ആയിട്ടില്ല. ഒരു ഹൊറർ മൂവി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എന്നാ ഞാനൊരു കഥ പറയട്ടെ. ഓ, പറഞ്ഞോളൂ. അന്ന് അയാൾ പറഞ്ഞ കഥയിൽ ഒരു മരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ സ്ക്രിപ്റ്റാക്കിയത്.
കഥ പറഞ്ഞ് ഒടുവിൽ ആ വീട്ടിലെത്തി. വര ഇരിക്കുക. വാതിൽ തുറന്ന് അകത്ത് കയറി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. ഓ ആവാം. അയാൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. പെട്ടെന്ന് തിരിഞ്ഞു വന്ന അയാൾ പറയാണ്, സാറ് തുലാമാസം 3-ാം തീയതി ഇവിടെ വരണം. കഥയിൽ പറഞ്ഞ പോലെ 3 പേര് മരണപ്പെട്ടതിൻ്റെ ഒരാണ്ട് തികയുന്ന ദിവസമാണ് അന്ന്. ചിലപ്പോ ചില കാഴ്ചകളൊക്കെ കാണാം. എന്തോ പേടിക്കാനുള്ള പോലെ. ഡോക്ടർ എത്തിയോ? പൊണ്ടാട്ടിക്ക് ഉടമ്പ് ശരിയല്ല, അതാ വരാൻ വൈകിയായി. ഡോക്ടർ എവിടെ? ആരാ നിങ്ങൾക്ക് വാതിൽ തുറന്നെന്ന്? അവരിരുന്ന് പോയിട്ട് ഇന്നേക്ക് 1 വർഷമായിച്ച്. നിങ്ങൾ ഇവിടെ നിന്നില്ലേ, ഞാൻ പോയിട്ട് വരാം. ആഹാ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്ക് സാമൂലെത്തും. സാർ ഡോക്ടറുടെ എത്തി. സാറ് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നോടെ പിടിച്ചു നോക്ക്. നീ ഇവിടെ നിൽക്കും, ഞാൻ നോക്കിയിട്ട് വരാം. ഞാനും വരാം. വേണ്ട, നീ അവിടെ നിന്നോ. ഹലോ ടീന, സാർ അവിടെ ആരീ വാതിൽ പുറത്തുനിന്ന് കൂട്ടിയത്? സാർ അവിടെ സാർ. ടീന എവിടെ സാർ? ടീന. ഡോക്ടർ ശ്വാസം മുട്ടി മരണപ്പെട്ടിരിക്കുന്നു. പേടിക്കണ്ട, നമ്മൾ ആരുടെയും ശത്രുക്കളല്ല. അതോടൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. സാർ, ഈ അവസാന സീൻ. അലൻ, അലൻ.
ഒന്ന്, 2, 3, 4, 5, 18, 19, 20, 21, 22, 23. ശിവാനി, 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 ദേ നീ കളിപ്പിക്കല്ലോ. പൊങ്ങി വന്നേ, ശ്വാസം കിട്ടില്ല. അണ്ണാ, അണ്ണാ, ശിവാനി. അവളെന്നെ വരാൻ പാട്ടെ. അവളെന്റെ കാലിൻ്റെ ഇടയിൽ കിടന്ന് പിടക്കണ്. വാ, നീയും വാ. അണ്ണാ, അവളെ വിടണ്ണാ. ഏട്ടാ, ഏട്ടാ, അച്ഛാ, അച്ഛാ. ഏട്ടൻ എനിക്ക് കടവുൾ മാതിരി. കടവുൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യട്ടെ. അവിടെ നീങ്ങളുടെ അച്ഛൻ ശ്വാസം മുട്ടി. അച്ഛാ, ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ. അച്ഛാ. അച്ഛനും മക്കളും ഒരുമിച്ചൊരു ചിതയിലൊടുങ്ങാനുള്ള ഭാഗ്യം. ചില ചിന്തകൾ ചിതയിലൊടുങ്ങും. എന്റെ സ്വപ്നങ്ങൾക്ക് ചിതയൊരുക്കിയ നിങ്ങളുടെ ചിന്ത ഈ പ്രോപ്പർട്ടി എല്ലാം ഒരു അനാഥാലയത്തിന്. ടൗണിലെ ഫ്ലാറ്റിലേക്ക് മാറാൻ പറഞ്ഞതാ. അപ്പൊ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ജീവിതം തന്നെ കഥയാക്കി മാറ്റിയ അനന്തൻ നമ്പ്യാരുടെയും മക്കളുടെയും ആത്മാവുകൾക്ക് നിത്യശാന്തി നേരാം. മനുഷ്യർക്കെപ്പോഴും 2 കഥകൾ പറയാനുണ്ടാകും. 1 അവൻ ജീവിച്ച കഥ, 2 അവൻ ജീവിക്കാൻ ആഗ്രഹിച്ച കഥ.